കാലിക്കറ്റ് സ്റ്റഡി ട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിൽ അവർക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സെക്കൻഡ് സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി എക്സാമുമായി ബന്ധപ്പെട്ട് കുറേ കമൻറ്റ്സ് വന്നിരുന്നു. മാറ്റിവെച്ച എക്സാം തീയതി എന്നായിരുന്നു, എക്സാം ഡേറ്റ് എങ്ങനെയാണ് വരുന്നത്, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ഡൗട്ടും സംശയങ്ങളുമായിട്ട് കമൻറ്റ് ചെയ്തിരുന്നുള്ളൂ. അവർക്കുള്ള വീഡിയോ ആണിത്. ഈ മാസം 7-ാം തീയതി, കഴിഞ്ഞ ദിവസം 7-ാം തീയതി തുടങ്ങേണ്ട സെക്കൻഡ് സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം മാറ്റിവെച്ചത് ജൂൺ 2-ാം തീയതിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ മെയ് 7, 8, 11, 12, 13, 18, 19, 20 തീയതികളിൽ നടക്കേണ്ട എക്സാം ജൂൺ 2, 3, 4, 5, 8, 9, 10, 11 തീയതികളിലേക്കാണ് എക്സാം മാറ്റിവെച്ചിരിക്കുന്നത്. മെയ് 7, 5, 2026 വ്യാഴാഴ്ച ഏത് സബ്ജക്റ്റാണോ നിങ്ങൾക്ക് എക്സാം നടത്താൻ വേണ്ടി ടൈം ടേബിൾ വന്നിരിക്കുന്നത്, അതേ സബ്ജക്റ്റാണ് ജൂൺ 2-ാം തീയതി ചൊവ്വാഴ്ച 2/6/2026 ചൊവ്വാഴ്ച അതേ സബ്ജക്റ്റായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. മെയ് 8-ാം തീയതി 8/5/2026 വെള്ളിയാഴ്ച ഏത് സബ്ജക്റ്റാണോ എക്സാം ഉള്ളത് അതേ എക്സാം ആയിരിക്കും ജൂൺ 3-ാം തീയതി ബുധനാഴ്ച 3/6/2026 എക്സാം ഉണ്ടായിരിക്കുന്നത്. 11/5/2026 തിങ്കൾ ഏത് എക്സാമാണോ അതേ എക്സാമാണ് 4/6/2026 വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. 12/5/2026 ചൊവ്വാഴ്ച ഏത് എക്സാമാണോ നിശ്ചയിച്ചിരിക്കുന്നത് ആ എക്സാമാണ് ജൂൺ 5-ാം തീയതി 5/6/2026 വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. 13/5/2026 ബുധനാഴ്ച നിശ്ചയിച്ചിരിക്കുന്ന എക്സാം 8/6/2026 ജൂൺ 8-ാം തീയതി തിങ്കളാഴ്ച മാറ്റിവെച്ചിരിക്കുന്നത്. 18/5/2026 തിങ്കളാഴ്ച നിശ്ചയിച്ചിരിക്കുന്ന എക്സാമാണ് ജൂൺ 9-ാം തീയതി ചൊവ്വാഴ്ച എക്സാം നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. 19/5/2026 ചൊവ്വാഴ്ച ഏതാണോ അതാണ് 10/6/2026 ബുധനാഴ്ച. 20/5/2026 ബുധനാഴ്ച നിശ്ചയിച്ചിരിക്കുന്ന എക്സാം ഏതാണോ അതാണ് 11/6/2026 വ്യാഴാഴ്ച എക്സാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, പരീക്ഷാ കേന്ദ്രത്തിലും സമയത്തിലും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പരീക്ഷ രാവിലെ 9:30 ആരംഭിക്കുന്നതായിരിക്കും. സബ്ജക്റ്റ് വൈസ് ന്യൂ റിവൈസ്ഡ് ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ ഒരു നോട്ടിഫിക്കേഷനാണ് യൂണിവേഴ്സിറ്റി മുന്നേ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ന്യൂ റിവൈസ്ഡ് ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുമ്പോൾ പിന്നീട് ഞാനത് അപ്ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും.